മെയ് 4-ന് നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, കൂടുതലും ഇനി അധികം സമയങ്ങളില്ല. സോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ബയോളജി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. കൂടുതൽ നമ്മൾ തിയറി ബിഹൈൻഡായി നോക്കരുത്. MCQs കൂടുതൽ നോക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്സ് മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ പ്രിപ്പയർ ചെയ്യുക. പോകുന്നതിൻ്റെ തലേ ദിവസം ആ സ്ഥലത്തേക്ക് എത്ര മണിക്കൂർ ട്രാവൽ ഉണ്ടെന്നും എങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നു, പറ്റുവാണെങ്കിൽ തലേ ദിവസം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ടെൻഷനോ പാനിക്കോ ഒന്നും ആവണ്ട. ഈ എക്സാം 27 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ടോട്ടലി എഴുതുന്നുണ്ട്. അതിൽ നിന്ന് 1 ലക്ഷം മാത്രമാണ് ആൾക്കാർക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷൻ ആവുന്നതിനേക്കാളും കൂടുതൽ നമ്മളെക്കാളും ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. അവരൊക്കെ ചിലപ്പോൾ നമ്മളെക്കാളും നല്ലവരായിരിക്കണം എന്നില്ല. ഇവിടെയൊക്കെയുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മൾ സക്സസ് ചെയ്യുന്നത്. അതായത് 27-ൽ 1 ലക്ഷത്തിന് മേലെ ആൾക്കാർക്ക് ഇതെല്ലാം എഴുതാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷേ ആ ടൈമിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും പിന്നിലോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് നോളജ് ഇത്തിരി കുറവാണെങ്കിലും ആ മാനസിക പിരിമുറുക്കം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് എക്സാം എഴുതുക, സക്സസ് ആയിട്ട് വരിക.